ആരോഗ്യം അമൂല്യം. ആസ്മ, അലർജി ഇതുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് വയനാട് മെഡിക്കൽ കോളേജിലെ നെഞ്ചുരോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ. പറഞ്ഞോളൂ. കൊറേ കാലങ്ങളായിട്ട് ഇപ്പോ അലർജി ഉണ്ട്. ചെറുപ്പം മുതലേ ഉണ്ട്. എനിക്ക് 20 വയസ്സായി. 18 വയസ്സാകുമ്പോ മാറുന്നൊക്കെ പറഞ്ഞു. എന്താണ് അലർജി എന്നുള്ളത്? തുമ്മലാണോ, ശ്വാസം വലിവാണോ, എന്താണ് പ്രധാനമായിട്ടുള്ള? ആദ്യം തുമ്മലായിരുന്നു, ഇങ്ങനെ ശ്വാസം മുട്ടലായി മാറിയിരുന്നു. മരുന്ന് എടുക്കുന്നുണ്ടോ? ഭയങ്കര വലിവൊക്കെ ഉണ്ട്. മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടോ? എന്ത് തരത്തിലുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്? ഞാൻ അലർജിക്കുള്ള മരുന്ന് മാത്രമേ. ആദ്യമൊക്കെ ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിരുന്നു. പിന്നെ ഹോമിയോ കുറെ മരുന്നുകൾ ട്രൈ ചെയ്ത് നോക്കി. ഹോമിയോ കുടിച്ചു നോക്കി, ഇംഗ്ലീഷ് കുടിച്ചു നോക്കി, ആയുർവേദം എല്ലാം ട്രൈ ചെയ്ത് നോക്കി. ഒന്നിലും മാറ്റമൊന്നും വരുന്നില്ല. അല്ല, അത് അങ്ങനെ നിരാശപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. എന്തായാലും ഇതിന് ഇപ്പോ നമുക്ക് ഫലപ്രദമായിട്ടുള്ള ചികിത്സയും മരുന്നുകളും എല്ലാം തന്നെ ലഭ്യമാണ്. അപ്പൊ അത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കുറച്ചു നാളൊരു മരുന്ന് കഴിക്കുകയും പിന്നെ അതിൽ കുറവില്ല എന്ന് പറഞ്ഞ് നിരാശയായി മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറുകയും ചെയ്യുന്നത് ഒരു നല്ല രീതിയല്ല. അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തായാലും കുറച്ചൊരു കാലദൈർഘ്യം ചില കേസുകളിൽ വേണ്ടി വരും. അപ്പൊ അത്രയും പീരീഡ് മരുന്നുകൾ ക്ഷമയോടെ ഉപയോഗിക്കുകയും ആ മരുന്നിന്റെ അളവ് നമ്മളൊരു വിദഗ്ധ ഉപദേശം അനുസരിച്ച് മരുന്നുകളുടെ അളവ് ക്രമപ്പെടുത്തുകയും ചെയ്യാന്നുള്ളതാണ് വേണ്ടത്. പിന്നെ അലർജി കൂടുന്ന സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾക്ക് ചില സാഹചര്യങ്ങളിൽ ഇത് കൂടുതലായിട്ട് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് അത്തരം കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് സൂക്ഷിക്കേണ്ടത്. എന്താണ് ചെയ്യുന്നത്? പഠിക്കുകയാണോ? അപ്പൊ കൂടുതൽ വേറെ ഒരു കാര്യം കൂടെ ഉള്ളത്, നമ്മളെ കൂടുതലുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ വരെ ചിലപ്പോൾ ആസ്മയോ അലർജിയോ കൂട്ടാനുള്ള കാരണമായേക്കാം. അപ്പൊ അത്തരം എന്തെങ്കിലും ഘടകങ്ങളോ ഉണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഹലോ, എന്റെ മോന് ഒരു അലർജിന്റെ പ്രശ്നമുണ്ട്. അതിനെ പറ്റി ചോദിക്കാൻ. എന്താണ് കൃത്യമായി ബുദ്ധിമുട്ട്? എന്താണ് പറയൂ. അവന് 19 വയസ്സായിട്ടുണ്ട്. എന്താണ് രോഗമായിട്ടുള്ളത്? ലക്ഷണമായിട്ട് എന്താ ഉള്ളത്? തുമ്മലാണോ? ഹലോ, എനിക്ക് ഇങ്ങനെ ചില ദിവസങ്ങൾ അധികമാണ്. തുമ്പുമ്പോ ഇങ്ങനെ മൂക്ക് കൂടെ രക്തമൊക്കെ വരും. പിന്നെ അത് എന്താ? മരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ? മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടോ? മരുന്നൊന്നും ഉപയോഗിക്കുന്നില്ല. അലർജിന്റെ ഗുളിക കുടിക്കും അതിന്റെ ഇടക്കിടക്ക്. അല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയായ രീതിയല്ല. നമ്മള് അലർജി ഉണ്ടാവുമ്പോ നമ്മള് സ്വന്തം ഇഷ്ടത്തിന് പോയിട്ട് എന്തെങ്കിലും ഒരു ഗുളിക എപ്പോഴെങ്കിലും എഴുത്തുന്ന ഒരു ഗുളിക കഴിക്കുന്നത് നല്ല രീതിയല്ല. അപ്പോ അതില് മരുന്ന് കൃത്യമായ ചെയ്തിനു അവനെ കാട്ടിട്ട് ഡോക്ടർ പിന്നെ അങ്ങനെ മൂക്കിൽ എന്താ ദശ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനെ പറ്റി ഒന്ന് ഇങ്ങനെ ഇതേമാതിരി അലർജി വരുമ്പോ അവനെ ഒരു ഗുളിക കഴിക്കും. അങ്ങനല്ല, അതില് മൂക്കില് അലർജിക്ക് നമ്മൾ അലർജിക് റൈനൈറ്റിസ് പ്രത്യേകമായിട്ട് സ്പ്രേ പോലെ മൂക്കിലേക്ക് അടിക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ ഉണ്ട്. അത് കൃത്യമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നല്ല ശമനം ലഭിക്കും. അങ്ങനെയുള്ള മരുന്നുകൾ വല്ലതും ഉപയോഗിച്ചിരുന്നോ? ഇല്ല. അപ്പൊ അതല്ല, അത് നമ്മള് നേസൽ ഡ്രോപ്സ് പതിവായി ഉപയോഗിക്കുന്നത് ശരിയല്ല. ഇപ്പം നേസൽ സ്പ്രേ ആണ്. അലർജിക്ക് ഗുളികയുടെ കൂടെ തന്നെ മൂക്കിൽ അടിക്കുന്ന സ്പ്രേ പോലുള്ള മരുന്നുകളുണ്ട് കേട്ടോ. അപ്പൊ അത് ഡോക്ടറെ സമീപിച്ച് കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി സുഖപ്പെടും കേട്ടോ. ആസ്മ, അലർജി ഇവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ഡോക്ടർ മുഹമ്മദ് മുസ്തഫ.